നിലപാടുകൾ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ വാർത്താ സമ്മേളനം ഉദ്ദേശിച്ചിട്ടുള്ളത്. വയനാട് കേന്ദ്രമാക്കി നടന്ന തൊഴിൽ തട്ടിപ്പിനെ കുറിച്ചുള്ള വാർത്തകൾ പുറത്തു വന്നതിന് ശേഷം കഴിഞ്ഞ 2-3 ദിവസമായിട്ട് കേരളത്തിന്റെ പൊതുസമൂഹത്തെ ഭയാശങ്കയിൽ ആഴ്ത്തുന്ന വിവരങ്ങളാണ് പുറത്തുവന്നുകൊണ്ടിരിക്കുന്നത്. കൂടുതലായി ജില്ലാ കളക്ടർ ഉൾപ്പെടെയുള്ള 2-3 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അവർക്കെതിരെ നടപടിയെടുത്തുകൊണ്ട് മുഖം രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് കേരള സർക്കാർ നടത്തുന്ന നീക്കം തൊഴിൽ തട്ടിപ്പിനേക്കാൾ ഭീകരമാണെന്ന് യുവമോർച്ച ആശങ്കപ്പെടുന്നു. ഇപ്പോ വയനാട്ടിൽ കളക്ടറേറ്റിൽ നടന്ന തൊഴിൽ തട്ടിപ്പാണ് പുറത്തു വന്നതെങ്കിലും അതിനോടനുബന്ധിച്ച് ചർച്ച ചെയ്യപ്പെട്ട വിഷയങ്ങളെ കുറിച്ച് സമഗ്രമായ അന്വേഷണം നടത്തണമെന്ന് കുറച്ചു ദിവസങ്ങൾക്ക് മുമ്പ് ഞങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ സർക്കാർ അതിന് തയ്യാറായിട്ടില്ല. അതിന്റെ അടിസ്ഥാനത്തിൽ യുവമോർച്ച ചില സമര പരിപാടികൾ സർക്കാരിനെതിരെ ആസൂത്രണം ചെയ്തിരിക്കുകയാണ്. ഞങ്ങൾ ഈ സമരപരിപാടികൾ നടത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുന്നത് കഴിഞ്ഞ 10 വർഷമായിട്ട് കേരളത്തിൽ കഴിഞ്ഞ 10 വർഷക്കാലത്തിനിപ്പുറം കേരളത്തിൽ നടന്ന സകല നിയമനങ്ങളെ കുറിച്ചും കേന്ദ്ര ഏജൻസിയെ കൊണ്ട് അന്വേഷിപ്പിക്കണം എന്ന് യുവമോർച്ച ആവശ്യപ്പെടുകയാണ്. ഇതിന്റെ വകുപ്പിൽ തൊഴിൽ തട്ടിപ്പ് നടന്നിട്ടുണ്ട്, തനിക്ക് വീഴ്ച പറ്റിയിട്ടുണ്ട് എന്ന് ക്യാബിനറ്റിൽ സംസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തണം എന്ന് യുവമോർച്ച ആവശ്യപ്പെടുകയാണ്. എന്നാൽ അന്വേഷണം ഒരു പരിധിക്കപ്പുറം മുമ്പോട്ട് പോകാതിരിക്കുകയും ഞങ്ങൾക്ക് കിട്ടിയ വിവരം അനുസരിച്ച് PSCയുടെ നിസ്സഹകരണം കൊണ്ട് ആ അന്വേഷണം തടസ്സപ്പെടുത്തുകയും എന്നാൽ അതില് പ്രതിയാകേണ്ടിയിരുന്ന മുഴുവൻ ആൾക്കാരും ഇന്ന് ഉന്നത തലങ്ങളിൽ